അതായത് ഉപ്പള ടൗണിൻ്റെ സമഗ്രമായ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉപ്പളയിലെ ഓരോ സെക്കൻഡിൻ്റെയും സ്പന്ദനം അറിയുന്ന തൊഴിലാളികളെന്ന നിലയിൽ നിങ്ങളെ ചേർത്ത് പിടിക്കാനാണ് മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിച്ചുള്ളത്. അതുപോലെ ഉപ്പള ടൗണിലെ മുഴുവൻ ഓട്ടോ ഡ്രൈവർമാർക്കും ഒരു പ്രത്യേക നമ്പർ നൽകും, പഞ്ചായത്ത് രജിസ്റ്റർ നമ്പർ നൽകും. അത് എന്തിനെന്ന് വെച്ചാൽ ആളുകൾ ഇങ്ങനെ ഒരു പരിചയമില്ലാത്ത ആളുകളൊക്കെ സ്റ്റാൻഡിൽ ഒരു കാക്കിയിട്ട് ഒരു റിക്ഷ കൊണ്ടുവന്ന് സ്റ്റാൻഡിൽ വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൃത്യമായി പഞ്ചായത്ത് അടയാളപ്പെടുത്തിയ ഒരു നമ്പർ, അതും ആർക്കാണ് ആ നമ്പർ കൊടുത്തതെന്ന് കൃത്യമായി എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പോൾ ഇവിടെ പഞ്ചായത്തിൽ രേഖ സൂക്ഷിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം കൊണ്ടുവരും. രണ്ടാമത്തെ കാര്യം, ഉപ്പളയിൽ വെയിലും മഴയും കാറ്റും കൊണ്ട് റോഡിലാണ്, സർവീസ് റോഡിലാണ് നിലവിൽ വാഹനങ്ങൾ നിർത്തുന്നത്, നമ്മൾ ഓട്ടോ സ്റ്റാൻഡ്. ആ ഓട്ടോ സ്റ്റാൻഡ് തൊട്ടടുത്തുള്ള അണ്ടർ പാസേജിൽ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൃത്യമായി എല്ലാ വാഹനവും ഒരു സൈഡിലായി പാർക്ക് ചെയ്യാൻ നിലവിൽ സാഹചര്യത്തിൽ കുറച്ച് കാലത്തേക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരവസരം നൽകുകയാണ്. അത് പെർമനൻ്റ് ആയിട്ടല്ല, ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ. കാരണം നോമ്പൊക്കെ വരാൻ തുടങ്ങി, ഉപ്പള ട്രാഫിക് കുരുക്കിലേക്ക് പോകുന്നു. ആ ട്രാഫിക് കുരുക്ക് പരിഹരിക്കാൻ ഏക മാർഗം എന്ന് പറയുന്നത് നിലവിൽ ആ റോഡിൽ നിന്നും ആ വാഹനം എടുത്തു മാറ്റുക എന്നതാണ്. ഒരു നാട്ടിൻ്റെ ഏറ്റവും വലിയ വികസനം എന്ന് പറയുന്നത് ജനങ്ങൾ നാട്ടിലേക്ക് വരിക എന്നതാണ്. അവിടെ ജനങ്ങൾ വരുമ്പോഴാണ് കച്ചവടം ഉണ്ടാകുന്നത്, ഓട്ടോ ഡ്രൈവർമാർക്ക് അതിനുള്ള വാടക കിട്ടുന്നത്, മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് കച്ചവടം ഉണ്ടാകുമ്പോൾ ബിസിനസ് നാട്ടിൽ വളരും. മംഗൽപാടി പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് വസ്ത്ര വ്യാപാര രംഗത്ത് ഹബ്ബായി ഉപ്പള മാറിയിരിക്കുകയാണ്. അത് നിലനിർത്തുകയും മാത്രമല്ല, ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കുട്ടികളുടെയും എല്ലാ വിഭാഗം ആളുകളുടെ ഡ്രസ്സിൻ്റെ ഒരു വ്യാപാര കേന്ദ്രമായി ഉപ്പളയെ മാറ്റുക, വരുന്ന റംസാനിലെ 30 ദിവസവും ഉപ്പളയെ സജീവമായി നിർത്തുക, കൂട്ടത്തിൽ ഉപ്പളയിൽ ഒരു ട്രാഫിക് ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുക. അതിന് നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ആവശ്യപ്പെടുകയാണ്. എപ്പോഴും ഉണ്ടാകണം, തീർച്ചയായും. അതേപോലെ ഞങ്ങളിവിടെ ഇരിക്കുന്ന ഓട്ടോ തൊഴിലാളികൾ, ഇത് രാത്രിയാണ്, ഇവിടെ രാത്രി ഏകദേശം 8:30 മണി സമയത്താണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞ സമയമല്ല ഇത് ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞ അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഈ പാതിരാത്രി സമയത്തും ഇവിടെ പഞ്ചായത്ത് ഹാളിൽ ഈ യോഗം വിളിച്ചത് അവരുടെ പ്രശ്നങ്ങൾ അറിയാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും ആ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇന്ന് യോഗം ചേർന്നിട്ടുള്ളത്. അതിലൊരു പരിഹാരം കണ്ടു കഴിഞ്ഞു. ഉപ്പളയിലെ 2 സ്റ്റാൻഡുകൾക്കും കൃത്യമായ ഒരു സ്ഥലം അവരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും എല്ലാ ആളുകളും ആ സ്റ്റാൻഡുമായി സഹകരിക്കുക. ഓക്കെ അല്ലേ? എന്ന് പറയുന്നത് മംഗൽപാടി പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് തൊഴിലാളികളെല്ലാവരെയും SLC പാസ്സായ SLC വിജയിച്ച ആളുകളാക്കുക എന്നതാണ്. അപ്പോൾ മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഓട്ടോ തൊഴിലാളികളും വരും വർഷങ്ങളിൽ അവരെ SSLC വിജയിച്ച വിജയികളായി ആ ഒരു കാറ്റഗറിയിലേക്ക് അവരെ മാറ്റും. അതിനെല്ലാ ആളുകളും തീർച്ചയായും ബന്ധപ്പെടുകയാണ് പഞ്ചായത്തുമായി. നിങ്ങളുടെ വാർഡ് മെമ്പർ സാക്ഷരതാ മിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമായൊക്കെ ബന്ധപ്പെടുക. അപ്പോൾ SLC നമ്മളെല്ലാ തൊഴിലാളികളെയും SLC ആക്കാൻ വേണ്ടി പോവുകയാണ്.